ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 3-ാമത്തെ അധ്യായം 39-ാമത്തെ ശ്ലോകം. 18-ാമത്തെ ഭാഗമായിട്ട് 39-ാമത്തെ ശ്ലോകം പറയണു. ഈ ഒരു ശ്ലോകം കൂടി ഇതിൽ ഇങ്ങനെ ഒരു മനസ്സിലാക്കാൻ വിഷമമുള്ള ഒരു ശ്ലോകമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഓം അഥേഹധന്യ ഭഗവന്തയിത്തം യദ്വാസുദേവേഖിലലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം നയത്ര ഭൂയ പരിവർത്ത ഉഗ്ര. അഥ അതുകൊണ്ട് ഇഹ ഇവിടെ ഭഗവന്തഃ ഭഗവാന്മാരായിട്ടുള്ള നിങ്ങൾ, ഭക്തന്മാരെയാണ് ഭഗവന്തഃ എന്ന് പറയുക. ഇവിടെ സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറയാണ്. അപ്പോൾ അവർ ഭക്തന്മാരായിട്ടുള്ള നിങ്ങൾ, ഭഗവാന്റെ സ്വന്തമായിട്ടുള്ള നിങ്ങൾ, അതാണ് ഭാഗവതന്മാർ. ഇപ്പം നമ്മളൊക്കെ സ്വതേ ഭഗവാന്റെ സ്വന്തമാണ്. നമ്മളൊന്നിങ്ങനെ മനസ്സിരുത്തുകയാണെങ്കിൽ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. ഭാഗവതം ശ്രവിക്കുന്നവരെ ഭഗവാന് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവരെ ഭക്തന്മാർ, ഭാഗവതന്മാരുടെയാണ് ഭാഗവതം, ഭാഗവതന്മാരുടെയാണ് ഭഗവാൻ, ഭഗവന്തഃ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഈ ഭക്തന്മാരായിട്ടുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നിങ്ങളൊക്കെ ധന്യരായിരിക്കണു. എന്താ കാരണം? ഇപ്പോൾ ഈ മഹാത്മ്യം മുഴുവൻ കേട്ടു, ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് ഉത്സുകരായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ബ്രാഹ്മണ കർമ്മങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. ഭാഗവതന്മാരൊക്കെ മിക്കവാറും രാവിലെ നേരത്തെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു ഭഗവത് പ്രീത്യർത്ഥമായിട്ട്, അതേപോലെ തന്നെ പിന്നീട് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, അതിപ്പോൾ സകാമായിക്കോട്ടെ, കുറച്ച് സ്വാർത്ഥപരമായിക്കോട്ടെ, എന്നാലും ശരി അന്യനെ ദ്രോഹിക്കുക എന്നുള്ള ഒരു മനസ്സുണ്ടാവില്ല. അതൊക്കെ ഒരു സാത്വിക ബുദ്ധിയില്ല. രജോ ഗുണം ഉണ്ടാവാം, ഇല്ല എന്ന് പറയില്ല, പക്ഷേ എങ്കിലും സാത്വിക ബുദ്ധിയാണ്. അങ്ങനത്തെവരാണ് ഭാഗവതന്മാർ, ഭക്തന്മാർ. അവർക്ക് ഒരാൾക്ക് വിഷമം കാണുന്നത് ഇഷ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള നിങ്ങൾ ഭക്തന്മാരാണ്. സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ധന്യന്മാരാണ്. എന്തുകൊണ്ടെന്നാൽ അഖില ലോകനാഥേ, ഈ ഭഗവാനാകുന്ന ഈശ്വരനിൽ, ബ്രഹ്മത്തിൽ, സകലസ്വരൂപം തന്നെയാണ് കൃഷ്ണൻ, അല്ലാന്ന് പറയണില്ല, പക്ഷെ അത് ബ്രഹ്മാണ്. ആ ബ്രഹ്മത്തിൽ വാസുദേവേ, ഈ വസുദേവരുടെ പുത്രനായിട്ടുള്ള വാസുദേവനിൽ, നമ്മുടെ ഹൃദയത്തിൽ ചിത്തസ്ഥനായിട്ടിരിക്കുന്ന വാസുദേവനിൽ, അന്തര്യാമിയായിട്ടുള്ള ഈ സാക്ഷിയിൽ നിങ്ങൾക്ക് എന്തുണ്ടായി? ഭക്തി ഉണ്ടായി. സർവാത്മകം, എല്ലാം, സർവം ച മൊത്തം, ആത്മകം ഒന്ന് എന്ന ഭാവം. പരമാത്മാവിൻ്റെ അംശമാണ് നമ്മളൊക്കെ. അപ്പോൾ ഈ ഒരു ഭാവത്തിലാണല്ലോ നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഒന്ന് എന്ന ഭാവം, അത് ആത്മഭാവമാണ്. ഈ ആത്മഭാവം ജീവഭാവത്തെയും മനോഭാവത്തെയും, കാരണം ജീവന് ഇത് സ്വാതന്ത്ര്യമില്ല, മനസ്സിന് സ്വാതന്ത്ര്യമുണ്ട്. ജീവന് ഒരു ഉപാധി ഇല്ലാതെ കണ്ട് പറ്റില്ല. മനസ്സ് അങ്ങനെയല്ല. നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരം പോലും വേണ്ട. ചന്ദ്രനിലേക്ക് പോകാനും നമുക്ക് വിമാനം വേണ്ട. സൂര്യനിലേക്ക് പോകാൻ നമുക്ക് ചൂടവിടെ തടസ്സമല്ല. കടലിൻ്റെ അഗാധതയിൽ എത്താൻ പറ്റാത്ത നമുക്ക് അവിടെ എത്താൻ ഒരു പ്രയാസമില്ല. നമ്മുടെ മനസ്സിന് ഒരു തടസ്സമില്ല. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ഈ മനസ്സ് ഭഗവാനിൽ എത്തിയല്ലോ, ഭഗവാനെ വേണം, ഭഗവാനെ അറിയണം, ഭഗവാനെ അനുഭവിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ, നിങ്ങൾ ഭഗവന്തഃ ആണ്, ഭക്തന്മാരാണ്. അതുകൊണ്ട് കുർവന്തി, ഇത്തം കുർവന്തി, എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നു എന്നാ പറഞ്ഞത്. ഇത്തം കുർവന്തി, ഇങ്ങനെ ചെയ്യുന്നു. എത്ര, എവിടെയൊക്കെയോ, ഭൂയഃ, രണ്ടാമത്, ഉഗ്രഹ, ഘോരമായിട്ടുള്ള, ഉഗ്രഹ എന്നുള്ളത് ഇച്ചിരി മാക്സിമത്തിൽ നിന്ന് കണക്കാക്കിയാൽ മതി. പരിവർത്തഃ, മാറ്റത്തെ സംഭവിക്കുന്നു. നമ്മൾ ഭാഗവതം കുറേ വായിച്ചു, ഒരുപാട് കിട്ടി, പക്ഷേ അതിൻ്റെ അർത്ഥം മുഴുവൻ മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഭാവം എന്താ? ഒരു വല്ലാത്ത മാറ്റമാണ് നമുക്ക് ശരിക്കും ഭാഗവതം മനസ്സിലായി കഴിഞ്ഞാൽ കിട്ടുക. നമ്മളറിയാതെ കണ്ട് നമ്മുടെ ശുണ്ഠി തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പോവും. നമുക്ക് അത് വേണം, ഇത് വേണം എന്ന് നമുക്ക് തോന്നാണ്ടേവും. പഞ്ചാരപ്പായസം വേണ്ട, കിട്ടിയാൽ കുടിക്കില്ല എന്നല്ല, കിട്ടിയാൽ കുടിക്കും, കിട്ടിയാൽ കുടിക്കുകയും വേണം. അതാണ് ആ ഒരു ഭാവത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതോ അതാണ്.
അത് ഈ 6 ഇന്ദ്രിയങ്ങൾക്കും ഇഷ്ടപ്പെട്ടത് ഏതോ അതിലേക്കാണ് പോവുക. ഞാൻ പഞ്ചാര പായസം പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഈ വീക്ക്നെസ് ഉണ്ട്, 5 ഇന്ദ്രിയങ്ങൾക്ക് അതിലൊന്ന് വീക്ക്നെസ് ഉണ്ട്. ആ വീക്ക്നെസ്സിലാണ് നിങ്ങൾ ഈ ഇതെത്തുക, മനസ്സെത്തുക. അതിൽ നിന്ന് ദൃഷ്ടിം തഥാ പ്രതിനിവൃത്തിയ നിങ്ങൾക്ക് ആ മനസ്സിനോട് കൊണ്ടുവരാൻ പറ്റും. ചിലർക്ക് ധനമോഹം ഉണ്ടാവുക, ചിലർക്ക് യശസ്സിന് മോഹം ഉണ്ടാവുക, ചിലർക്ക് സ്ത്രീ കാമം ഉണ്ടാവുക, ചിലർക്ക് എൻ്റെ കുട്ടികൾ ഒക്കെ കേമാവണം, അങ്ങനെ ഞാനാണ് അവരെ വളർത്തിയത്, അത് കുടുംബരക്ഷകനാവണം. ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളാണ്. അതൊക്കെ ഭഗവാൻ സാധിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, സാധിപ്പിച്ചതിന് ശേഷം ഇനി എനിക്കതൊന്നും വേണ്ട എന്ന വൈരാഗ്യത്തോടു കൂടിയിട്ട് നമ്മെ ഭഗവാങ്കൽ എത്തിക്കണു ഭഗവാൻ. ഇതാണ് നിങ്ങൾ ഭഗവന്തഹ എന്ന് പറയാൻ കാരണം, ധന്യഹ എന്ന് പറയാൻ കാരണം. ഭഗവാന്റെയാണ് നിങ്ങളെല്ലാവരും, നിങ്ങൾ ധന്യരുമാണ്. അപ്പോൾ ഭാഗവതന്മാരായിട്ടുള്ള നമുക്കൊക്കെ ഭാഗവതം കുറേശ്ശെ അറിയാം. പക്ഷെ ഭാഗവതത്തിൻ്റെ ആ മർമ്മം, ഗൂഢം അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ അറിയാതെ കണ്ട് ഈ പ്രപഞ്ച വിഷയങ്ങളുമായിട്ടുള്ള ബന്ധത്തെ വേണ്ട എന്ന് വയ്ക്കും. കിട്ടിയത് ഉപയോഗിക്കും, കിട്ടിയത് ഉപയോഗിച്ചോളൂ, അതിന് കുഴപ്പമില്ല ഇനി. കാരണം അത് ഭഗവാൻ തരുന്ന പ്രസാദമാണ്. സുധാമാവിനോട് ഭഗവാൻ പറഞ്ഞത് അതാ, ഞാൻ തന്നതൊക്കെ സ്വീകരിക്കണം, ഞാനല്ലാട്ടോ തന്നത്, എൻ്റെ പത്നിയാണ് തന്നത്. ഇപ്പോൾ പത്നിയെ നിരസിക്കണ്ട, നിരോധിക്കണ്ട, നിഷേധിക്കണ്ട, അനുഭവിച്ചോളൂ. ഭഗവാന്റെ ആജ്ഞ അത്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്കത് പഞ്ചാര പായസം കഴിക്കാമെന്നേ, കുഴപ്പമില്ല. അപ്പോൾ ഈ മാറ്റം ഭഗവാനാൽ സംഭവിപ്പിച്ച് തരുകയാണ്. മാത്രമല്ല, ഇനി നമുക്ക് തിരിച്ചു പോക്ക്, അതായത് വീണ്ടും പഞ്ചാര പായസം കൂടുതൽ വേണം എന്നുള്ളത് ന ഭവതി, ഭവിക്കുകയുമില്ല. നമ്മൾ അവിടെ ലേശം കൂട്ടിച്ചേർക്കണം. സംസരിക്കുക എന്നത് വരികയേയില്ല. എന്താ കാരണം? കാമബാക്കിയില്ല, കർമ്മബാക്കിയില്ല. എതിർച്ഛാലാഭ തുഷ്ടിയിലേക്ക് നമ്മെ എത്തിക്കും ഭാഗവതം. അതിൻ്റെ അർത്ഥം വേണ്ട രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്യുഗ്രമായിട്ടുള്ള സംസാരം, ആ സംസാര മോചനത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്. അത് ഭാഗവതത്തിലൂടെ ആവുമ്പോൾ വളരെ എളുപ്പമാണ്. അത് മറ്റൊരു ഗ്രന്ഥത്തിലും കിട്ടില്ല. എത്ര ചക്രശ്വാസം വലിച്ചാലും വേറൊരു ഗ്രന്ഥത്തിലും ഇത് കിട്ടില്ല, ഉറപ്പ്. അതങ്ങനെയാണ്, അതിൻ്റെ ഒരു സിസ്റ്റം അതാണ്. കാരണം ഒന്നിനെയും കുറ്റം പറയാതെ കണ്ട്, ഒന്നിൽ നിന്നും ഒന്നും വേണമെന്ന് ആഗ്രഹിക്കേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുകയാണ് ഭാഗവതം. അതുകൊണ്ടാണ് ഭാഗവതം മികച്ചതായത്. ഇത് ഇങ്ങനെയാണ്. ഞാനിപ്പോൾ എൻ്റെ ഈ ശരീരത്തിൽ ഇരിക്കുന്നു. എൻ്റെ വീട്, എൻ്റെ തറവാട്, എൻ്റെ പാരമ്പര്യം, എൻ്റെ എളിയ വിദ്യ, ആ വിദ്യ കൊണ്ട് ഞാൻ പ്രയോഗിക്കുന്നത് എന്താണോ ഞാൻ പഠിച്ചത് അത് തന്നെ പ്രയോഗിക്കുന്നത്. ഇതിനൊക്കെ ഭാഗ്യം വേണം. ഡോക്ടറായിട്ട് പഠിച്ചു, പക്ഷേ ഡോക്ടറാകുമ്പോൾ ജീവിക്കാനുള്ള വരുമാന മാർഗ്ഗമില്ല. അത് ഉപേക്ഷിച്ചു ഭാഗവതം വായിക്കാൻ നടന്നു. അല്ലെങ്കിൽ ഞാൻ വേറൊന്ന് പഠിച്ചു, ആ പഠിച്ചത് ഉപേക്ഷിച്ചു, എന്നുവെച്ചാൽ ആ പഠിച്ചുകൊണ്ട് വരുമാനമില്ല, അപ്പോൾ കൈക്കോട്ട് കളിക്കാൻ പോയി. പഠിച്ച വിഷയം തന്നെ ജോലി ചെയ്യുക, അതിനൊരു ഭാഗ്യം വേണം. അങ്ങനെ അല്ലാത്ത എത്ര ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ? ഭഗവാനെയാണ് നാം വരുമ്പോൾ കൊണ്ടുവരുന്നത്. ആ ഭഗവാനെ നമുക്ക് എത്രത്തോളം എടുക്കാൻ സാധിക്കുന്നു അത്രത്തോളം നമ്മൾ പുണ്യവാന്മാരാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാലം അങ്ങനെ പോയി എന്ന് കൂട്ടുക, കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടിയെങ്കിൽ ആ കിട്ടിയതിനെ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമ്മൾ ധന്യർ തന്നെയാണ്, ഒരു സംശയമില്ല. ഈ തിരക്കിൻ്റെ ഇടയിലും അരമണിക്കൂർ ഭാഗവതം വായിക്കണം. 8 മണിയൊക്കെ കഴിയും ഞാൻ വരാൻ, രാത്രി. പിന്നെ എങ്ങനെയാണ് ഭാഗവതം വായിക്കുക എന്ന് ചോദിച്ചു ഒരാൾ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കിടക്കുന്നത് 10 മണിക്കാണോ 11 മണിക്കാണോ ചോദിച്ചു. 10 മണി കഴിഞ്ഞാൽ കിടക്കും, എന്നാൽ കിടക്കുന്നതിൻ്റെ മുന്നേ വായിച്ചോളൂ. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് രാത്രി വായിക്കാൻ പാടുമോ? എന്താ രാത്രി വായിച്ചാൽ? രാത്രി വായിക്കാൻ പാടില്ലെന്ന് എല്ലാ ആചാര്യന്മാരും പറയാറുണ്ട്. എന്നാൽ ഞാൻ പറയണു, നിങ്ങൾ രാത്രി വായിച്ചിട്ടേ കിടക്കാവൂ. വായിക്കലിനാണ് പ്രാധാന്യം. നിങ്ങളുടെ മനസ്സിൽ ഒരു കാരണവശാലും കുറ്റബോധം തോന്നുന്നില്ല എങ്കിൽ, ഞാൻ ശുദ്ധമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ് എന്ന് തോന്നുകയാണെങ്കിൽ, ഈ ഭാഗവതം ഞാൻ വായിക്കുകയാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ അർദ്ധരാത്രി എന്ന് വായിച്ചോളൂ, എന്നിട്ടേ കിടക്കാവൂ. 10 മിനിറ്റേ ഉള്ളൂ. ശരി, 11:39 വായിക്കാൻ തുടങ്ങി, 49 നിർത്തി.
എന്നിട്ട് കിടന്നു. ആയിക്കോട്ടെ, മതി. അന്നത്തെ ദിവസം വായിച്ചു. പിറ്റേ ദിവസം രാവിലെ നേരത്തെ പോകണം, 3 മണിക്ക് പോകണം. എയറോഡ്രോമിലേക്ക് എത്തണം, പ്ലെയിൻ യാത്ര ചെയ്യാനുള്ള. ശരി, നിങ്ങൾ ഉറങ്ങണ്ടാന്നേ, അല്ലെങ്കിൽ 1 മണിക്കൂർ ഉറങ്ങി കുളിച്ചു, ഇങ്ങനെയൊക്കെയോ. 2:30 ഭാഗവതം വായിച്ചു. 2:30 കഴിഞ്ഞാലേ പിറ്റേ ദിവസത്തേക്ക് ആവുള്ളൂ. അപ്പോൾ 2:30 ശേഷം ഭാഗവതം വായിച്ചു. മതി, 10 മിനിറ്റ്. എനിക്ക് 10 മിനിറ്റ് കിട്ടിയില്ല, ഒരു ശ്ലോകയെ പറ്റിയുള്ളൂ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. മതി, ഭാഗവതം വായിച്ചു. ഭവേ ഭവേ യഥാഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷു ദേവേശ നാഥസ്ത്വന്നോ യഥപ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഓ നമോ ഭഗവതേ വാസുദേവായ. ഭാഗവതം വായിച്ചു ഞാൻ. ഇങ്ങനൊരു ബോധത്തിൽ എത്തുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ അശുദ്ധി ബാധിക്കുകയില്ല. നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ അതാണ്. അപ്പോൾ ഈ അത്യുഗ്രമായിട്ടുള്ള സംസാരം നമ്മളെ ബാധിക്കില്ല. ഇതിനെ ഉറപ്പിക്കണം. ഇതാണ് സൂതൻ ശൗനകാദി മഹർഷിമാരോട് ഭഗവാന്റേതായിട്ടുള്ള നിങ്ങൾ ധന്യരാണ് എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ആചാര്യന്മാർ അങ്ങനെ പറയാവൂ, ഞാനും നിങ്ങളോട് അങ്ങനെ പറയാവൂ, ഞാൻ സ്വയമേവ അങ്ങനെയേ ചിന്തിക്കാവൂ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഈ പുരാണങ്ങളൊക്കെ ഞാൻ എഴുതിയത് രാത്രിയാണ്. ഭഗവാന്റെ അനുമതി ഇല്ല എന്ന് കൂട്ടുക. ഭാഗവതം 11 സപ്താഹം വായിക്കില്ല. എത്രയോ ഗ്രൂപ്പുകളിൽ അത് വായിച്ചിടൽ കഴിഞ്ഞു, 2-3 വട്ടമൊക്കെ. ഇപ്പോഴും അതിൻ്റെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കണു. ഇനിയും അത് എപ്പോഴാണോ ഏറ്റവുമായിട്ട് നടത്താൻ സാധിക്കുന്നത് എന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കണു. എന്നെ വിളിച്ചു വെച്ചാൽ ഞാൻ പോവും. അതിൽ ഒരു കോക്കസ് ഉണ്ട്, ഇതിനെ തടുക്കുന്നവരേക്ക് അറിയാതെ നല്ലോണം അറിയാം. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് വായിക്കരുത് കേട്ടോ, ഞാൻ തീരുമാനിക്കും ഞാൻ വായിക്കണോ വേണ്ടോ എന്നുള്ളത്. ഭഗവാനാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല എന്ന് എനിക്ക് ഉറച്ച ബോധ്യം ഉണ്ടായതുകൊണ്ട് എനിക്ക് പേടിയില്ല. എത്രയോ ആളുകൾക്ക് മനസ്സമാധാനം കിട്ടുന്നു അത് വായിച്ചിട്ട്. സമയം പോകുന്നത് അറിയാതെ കണ്ട് അതിൽ നിന്ന് വായിക്കണം. അതിൻ്റെ കാവ്യരുചിയല്ല, ഞാൻ പഠിക്കാത്തയാളാണ്. അതിൽ ഭഗവാൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്, ഭഗവത്വമുണ്ട് എന്ന് തന്നെയാണ്. അതിൽ എന്തൊക്കെയോ ചിലത് കിട്ടാനുണ്ട്. കാരണം പച്ചമലയാളമാണ്, വേറെ ഒന്നുമില്ല അതിൽ. ഭാഗവതം അല്ലാണ്ട് വേറെ ഒന്നും കൂട്ടിയിട്ടില്ല. ഇത്തിരി നാളികേരപ്പൂളൊക്കെ കൂട്ടിയിട്ടുണ്ടോ നിശ്ചയില്ല, ശർക്കരയും വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ധന്യത അനുഭവിക്കുക? നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, നമ്മുടെ മനസ്സ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എങ്കിൽ അപ്പോഴാണ് ധന്യത കിട്ടുക. അതാണ് സൂതൻ പറഞ്ഞത്, ശൗനകാദി മഹർഷിമാരെ നിങ്ങൾ ധന്യരാണ്. ഇപ്പോൾ നിങ്ങൾ കാരണം ഞാനും ധന്യനായി. ഇതാണ്. അതുകൊണ്ട് നമുക്കെന്ത് വേണ്ട? സംസാരം വേണ്ട. അപ്പോൾ ഇത് വെറുതെ വായിച്ചു പോയാൽ കിട്ടില്ല. അതിലത്തെ ഉള്ളിലെ അർത്ഥങ്ങൾ അറിയണം, അപ്പോഴേ കിട്ടുള്ളൂ. അത് ഇങ്ങനെ അറിയണം. എങ്ങനെ അറിയണം? അതിൻ്റെ വാച്യാർത്ഥം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. വാച്യാർത്ഥത്തിൻ്റെ അടുത്ത ഫലം എന്ത്? അത് ഇങ്ങനെ കിട്ടണം. അതുകൊണ്ട് ഇവിടെയുള്ള ഭക്തന്മാരായിട്ടുള്ള ഭാഗവതന്മാരായിട്ടുള്ള നിങ്ങൾ ധന്യരാണ്. അതിൻ്റെ കാരണം വേറൊന്നുമില്ല. ഈ ഭാഗവതത്തിലും ഭഗവാനിലും എല്ലാ അർത്ഥത്തിലും നിങ്ങൾ രണ്ടുപേരും ഒന്നാണ്, അതല്ലെങ്കിൽ നമ്മളും ഭഗവാനും ഒന്നാണ്, വേറെ വ്യത്യാസമില്ല എന്ന ഒരു ഭാവത്തിൽ ഈ മനസ്സിനെ മുഴുവൻ ഭഗവാൻകളിൽ എത്തിപ്പിക്കാൻ സാധിച്ചു എന്നത് ഭഗവാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭഗവാൻ നമുക്ക് തരുന്നതായിട്ടുള്ള വരമാണ് വീണ്ടും ഭൂയഃ ഉഗ്രഹ പരിവർത്തഃ ന ഭവതി. വീണ്ടും ജനിക്കുക മരിക്കുക എന്ന ഭാവം നമുക്ക് ഉണ്ടാവുകയില്ല. ഇവിടേക്കാണ് ഇത്രയും നേരം പറഞ്ഞത് മുഴുവൻ അന്വയിച്ചത്. എവിടേക്കാണ് ഈ അന്വയം കൊണ്ടുപോകുന്നത്? ഇവിടേക്കാണ് അന്വയം കൊണ്ടുവന്നത്. അർത്ഥം എന്താ? ലക്ഷ്യം വീണ്ടും സംസാരിക്കേണ്ടി വരില്ല. എന്താ കാരണം? മനസ്സ് പൂർണ്ണമായിട്ട് ഭഗവാനിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചു. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഭഗവത് അർപ്പിതമാണ് എന്ന് ഭഗവാൻ മനസ്സിലാക്കി. നിങ്ങൾ ഇതുവരെ ചെയ്തതായിട്ടുള്ള ഹോമാദികൾ, അത് ഹോമം ചെയ്യുന്നു, കർമ്മഠത്വം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഉള്ളിൽ നിങ്ങൾക്ക് ഭാഗവതം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഭഗവാൻ ഏത് സ്വീകരിക്കുമാറാകണേ, ഇന്ദ്രന് വേണ്ടിയിട്ട് അങ്ങ് സ്വീകരിക്കണേ. മറ്റത് ഇന്ദ്രായ നമ, ഇന്ദ്രായ സ്വാഹ, ഇത് ന മമ എന്നാണ്. ഇന്ദ്രന് വേണ്ടിയിട്ടത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്താ കൂട്ടുന്നത്? ഒരു ലേശം കൂടി കൂട്ടിച്ചേർക്കും.
ഇന്ദ്രൻ ഇതാ ഞാൻ സമർപ്പിക്കുന്നു, ഇത് ഭഗവാനെ അങ്ങയിലേക്ക് എത്തണേ. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. നമസ്കാരം മാത്രമല്ല, ഈ ഹോമായാലും ശരി, അർച്ചനയായാലും ശരി, നമ്മുടെ സമർപ്പണമായാലും ശരി, ഇതാ ഇന്ദ്രനിലൂടെ ഭഗവാനെ അങ്ങ് സ്വീകരിക്കണം കേട്ടോ. അങ്ങ് ഇന്ദ്രനായിട്ട് വന്നിട്ട് ഇത് സ്വീകരിക്കണം കേട്ടോ. ഇതാണ് അന്വയം. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയേ വേണ്ടൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളുടെ പേരക്കുട്ടികൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ ഗുരുക്കന്മാർക്ക് കൊടുക്കുന്നതൊക്കെ ആർക്കാ കൊടുക്കുന്നത്? അവരിലുള്ള ഈശ്വരനാണ്. അതാണ് അന്വയം. അച്ഛനെയും അമ്മയും നോക്കണം, മുത്തശ്ശനെയും മുത്തശ്ശിയും നോക്കണം. നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്താ കാരണം? അവരിലുള്ള ഈശ്വരനെയാണ് ഞാൻ നോക്കുന്നത്. അവർ ഞാൻ തന്നെയാണ്, ഞാൻ അവർ തന്നെയാണ്. എനിക്ക് ഊണ് കഴിക്കണ്ടേ, എനിക്ക് കിടന്നുറങ്ങണ്ടേ, എൻ്റെ രോഗം മാറണ്ടേ, എനിക്ക് സ്വസ്ഥത കിട്ടണ്ടേ, ഇത് അവർക്കും വേണം. ഞാനാണ് അവരെ. ഇങ്ങനെ നോക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഭാഗവതൻ. അല്ലാതെ കണ്ട് ഞാൻ ഭാഗവതം വായിക്കാനെന്ന് വന്ന് കക്ഷത്ത് വെച്ച് ഭാഗവതം വെച്ചിട്ട് എല്ലാ ദിക്കും പോയിട്ട് ഞാൻ ആ വലിയ വേദിയിൽ സത്ര ഉണ്ടായിരുന്നത്. സത്ര എന്നെ വായിപ്പിച്ചു കേട്ടോ. ഞാൻ കേമനായി. ഒരു കേമത്തുമില്ല. 15 മിനിറ്റ് 20 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഭാഗവതം വായിച്ചു. അതല്ലെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് അനവധി തെറ്റുകളോട് കൂടിയിട്ട് നമ്മൾ ആ ഭാഗവതം വായിച്ചു. എന്താ കാര്യം ഉണ്ടായി? അവിടെ ദേവനിഷേധമായി, ഗുരുനിഷേധമായി, സദസ്സിനെ നിഷേധമായി, ഒക്കെ തെറ്റാ. നേരെ മറിച്ച് ഇവിടെ ആ അച്ഛനും അമ്മയ്ക്കോ മുത്തശ്ശിക്കോ അല്ലെങ്കിൽ ആടിനോ പശുവിനോ അല്ലെങ്കിൽ ആ സസ്യജാലങ്ങൾക്ക് വെള്ളം കൊടുത്തു വയ്ക്കുക. ഈ പാപങ്ങളൊന്നും വേണ്ടേനെയും ഇവിടുത്തെ ഗുണം കിട്ടുകയും ചെയ്തു. യഥാർത്ഥത്തിലുള്ള ഭാഗവതം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാലാണ് അത് വേണ്ട രീതിയിലാവുള്ളൂ. ഇനി അതിന് വേറൊരു തമാശയും കൂടിയുണ്ട്. പോയി കഴിഞ്ഞാൽ വലിയൊരു പൈസ എടുത്തിട്ടാണ് പോവുക. കാരണം അവിടെ വലിയ ആചാരനാണ്, എന്നെ വായിപ്പിച്ചു. വായിക്കാൻ ഒരധ്യായം വായിക്കാൻ എത്രയാ? 100 റുപ്യ. ഒരധ്യായം വായിക്കാൻ എത്രയാ? 500 റുപ്യ. വലിയ ആളായി 500 റുപ്യ വേണം. ഞാൻ 500 റുപ്യ കൊടുത്തു. പിന്നെ തിരുമേനിക്ക് ലേശം ദക്ഷിണയും കൊടുത്തു. ആചാര്യന് ദക്ഷിണ കൊടുക്കാണ്ട് പറ്റില്ലല്ലോ. പിന്നെ ആചാര്യൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ കൊടുക്കണ്ടേ. 1000 റുപ്യ അങ്ങനെ ചിലവാക്കി. എന്തേ കാര്യം ഉണ്ടായി? എന്തെങ്കിലും മനസ്സിലായോ? അഡീഷണലായിട്ട് ഒന്നും മനസ്സിലായില്ല. നമ്മുടെ ഉള്ളിലേക്ക്, ജീവൻ്റെ ഉള്ളിലേക്ക് ശുദ്ധിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടിയോ ഈ ശാപമല്ലാണ്ട്? നല്ലോണം ആലോചിക്കാം. നേരെ മറിച്ച് അതിൻ്റെ അർത്ഥം നിങ്ങൾ പുസ്തകത്തിൽ ഒരു 1500 റുപ്യ കൊടുത്തിട്ട് വ്യാഖ്യാനം വാങ്ങുക. 1500 2000 എന്താ വെച്ചാൽ ആവശ്യമില്ല. ആ പുസ്തകത്തിൻ്റെ ഭാഗവതം വാങ്ങുക. വാങ്ങിയിട്ട് അതിൻ്റെ അർത്ഥത്തോട് കൂടിയിട്ട് അതിനെ മനസ്സിലാക്കുക. അത് വിചിന്തനം ചെയ്യുക. അത് ഒരു പണ്ഡിതനോട് ചോദിക്കുക, എനിക്കിത് മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞു തരുമോ? ബാക്കിയുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി, ഇത് ഈ ശ്ലോകത്തിൽ ഇന്ന വരി മനസ്സിലായില്ല. ഈ 1500 റുപ്യ ഈ ആചാര്യന് കൊടുത്തിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ വായിക്കണേക്കാൾ ഫലമുണ്ട് ഈ ഒരു ശ്ലോകം മനസ്സിലാക്കിയാൽ. അതാണ് ഭാഗവതം. എപ്പോഴാണോ നമുക്ക് ഈ ഒരു ബോധത്തിലെത്താൻ സാധിക്കുന്നത്, അപ്പോഴേ ഈ ഭാഗവതനാവാൻ സാധിക്കുള്ളൂ. ഞാൻ ഒരു ഗുരുവിൻ്റെ അടുത്തും പോയിട്ടില്ല. എല്ലാം കരണ്ട് തന്ന 11 വ്യാഖ്യാനം ഉണ്ട് എൻ്റെ. ഓരോരുത്തരും ഓരോ വ്യാഖ്യാതാക്കൾ എന്താ പറഞ്ഞതെന്ന് ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല കേട്ടോ, തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ സംസ്കൃതം പഠിക്കാത്തതിൻ്റെ ദോഷം എനിക്ക് മനസ്സിലാവണത്. കാരണം ആ വ്യാഖ്യാതാവ് എന്താണോ അതിൽ കണ്ടത് അതിനെയാണ് ആ പുസ്തകത്തിൽ എഴുതിയത്. അതല്ലാതെ കണ്ട് അതിനർത്ഥമുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ നോക്കുന്ന ഒരാൾ ഈ പുസ്തകത്തിലുള്ളത് മാത്രമേ അതിനർത്ഥമുള്ളൂ എന്ന് സ്വയമേവ മുൻവിധിയോട് കൂടിയിട്ടാണ് തീരുമാനിക്കുക. അതല്ല ഉള്ളൂ എന്ന് മനസ്സിലായപ്പോഴാണ് വ്യത്യാസം മനസ്സിലായത്. ഇപ്പോൾ ചില ഗ്രൂപ്പിൻ്റെ ഒക്കെ നേതാക്കൾ ഞാനിങ്ങനെ പറയുമ്പോൾ അതല്ല അതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പുസ്തകത്തിൽ ഇങ്ങനെയാണ്. എനിക്ക് നിശ്ചയുണ്ട് ആ പുസ്തകത്തിൽ എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ ആ പുസ്തകമുണ്ട്, പക്ഷേ ഞാനതല്ല പറയുന്നത്, അതിൻ്റെ അപ്പുറം ഞാൻ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം മനസ്സിലാക്കാൻ വിഷമമുള്ളത് എന്നിങ്ങനെ പറഞ്ഞാലാ മനസ്സിലാക്കാൻ പറ്റുക. അതുതന്നെയാണ് അതിൻ്റെ. അപ്പോൾ അന്വയം ഇതിലേക്കാണ് എത്തിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. എവിടേക്കാണ് അന്വയം എത്തിയത്? ഭൂയഃ ഉഗ്രഃ പരിവർത്തഃ ന ഭവതി. അപ്പോൾ എപ്രകാരത്തിലാണോ ഭഗവാൻ നമ്മെ ഈ സഹായം ചെയ്യുന്നത്,
ഇത്തം കുർവന്തി ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്താ വേണ്ടത്? ആകെ ത്രികരണങ്ങൾ ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യുക മാത്രമാണ് വേണ്ടത്. അഥ ഇഹ ധന്യ ഭഗവന്ത ഇത്തം. അഥ ഇവിടെ അഥ അതിനുശേഷം ഇഹ ഇവിടെ ധന്യ നിങ്ങളെല്ലാവരും ധന്യന്മാരാണ് കേട്ടോ. ഭഗവന്ത ഭഗവാന്റേതായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള ഭാഗവതന്മാരായിട്ടുള്ള ശൗനകാദി മഹർഷിമാരെ നിങ്ങൾ ധന്യന്മാരാണ്. ഇത്തം ഇപ്രകാരം. യത് യാതൊരാളാണോ വാസുദേവേ വാസുദേവനിൽ അഖില ലോകനാഥേ അഖില ലോകത്തിൻ്റെ നാഥനായിട്ടുള്ള മുഴുവൻ ലോകത്തിൻ്റെയും നാഥനായിട്ടുള്ള കുർവന്തി ചെയ്യുന്നു. സർവ ആത്മകം ആത്മഭാവം. അപ്പോൾ സർവം എന്ന് വെച്ചാൽ മുഴുവൻ, ആത്മകം എന്നുള്ളത് പരമാത്മകം, അതേപോലെ തന്നെ ആത്മഭാവം ഈ ജീവൻ്റെ ഭാവം. സർവാത്മകത്തിൽ ഈ ആത്മഭാവത്തെ ചേർക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നതാണ് ഭഗവാൻ ഇഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അതിനെ സ്വീകരിച്ചപ്പോൾ എത്ര ഇല്ല എവിടെ വീണ്ടും എവിടെയാണോ ഭൂയഹ വീണ്ടും പരിവർത്ത ഈ മാറ്റങ്ങളോട് കൂടിയിട്ട് ഉഗ്രമായിട്ടുള്ള ഈ മാറ്റങ്ങൾ നമ്മളെ ബാധിക്കില്ല എന്ന്, ഈ ജീവാത്മാവിനെ ബാധിക്കില്ല എന്ന്. ജീവാത്മാവിനെ ബാധിക്കില്ല വെച്ചാൽ ജീവാത്മാവിന് വീണ്ടും വീണ്ടും ജനിക്കുക മരിക്കുക എന്നത് വരില്ല എന്നത് നമ്മൾ കൂട്ടിച്ചേർക്കണം, അപ്പോഴേ കിട്ടുള്ളൂ. അഥേഹധന്യ ഭഗവന്ത ഇത്തം യദ്വാസുദേവേഖില ലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം നയത്ര ഭൂയ പരിവർത്ത ഉഗ്രാം. ശ്രീകൃപ. ഇനി 39ാമത്തെ ശ്ലോകമാണ് വായിച്ചത്. 18ാമത്തെ ഭാഗം അടുത്തത് അടുത്തതിൽ പറയാം. നാരായണ നാരായണ.